ഞാനൊരു കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വല്യമ്മ അകത്തേക്ക് വന്നു. വല്യമ്മയെ കണ്ടപ്പോഴാണ് അപ്പു അമ്പരുന്നത്. വല്യമ്മ തേങ്ങിക്കരയുകയായിരുന്നു. കണ്ണീരിനിടയിൽ അവർ പലതും പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അപ്പുവിനും സങ്കടം തോന്നി. എത്ര തന്നെ ചീത്ത പറഞ്ഞാലും അവൻ്റെ വല്യമ്മയല്ലേ. കുറച്ച് ആത്മവിശ്വാസത്തോടെ അവൻ ഉമ്മറത്ത് വന്ന് പടിക്കലേക്ക് കണ്ണോടിച്ചു. അമ്മാമ്മ പോയിക്കഴിഞ്ഞിരുന്നു. ഒരമ്മാമ്മൻ ഉണ്ടാവുന്നത് നല്ലതാണ്, പക്ഷേ ഇങ്ങനെ നോക്കി പേടിപ്പെടുത്തരുത്. പടിക്കൽ വന്ന് നിന്ന് വല്യമ്മയെ വിളിച്ച് അതും ഇതും പറഞ്ഞ് കരയിപ്പിക്കരുത്. പടിഞ്ഞാറേ വീട്ടിലെ ജാനുവിന് ഒരമ്മാമ്മയുണ്ട്. അയാൾ ദൂരത്തെവിടെയോ ആണ്. 7 കടലും കടന്നു ചെന്നാലേ അയാളുടെ ദിക്കിലെത്തൂ. അവിടെ പട്ടുകുപ്പായവും മൊട്ടുകുടയും ധാരാളമുണ്ട്. അയാൾ വന്നപ്പോൾ ജാനുവിന് ഇത് രണ്ടും കിട്ടി. മൊട്ടുകുടയ്ക്ക് നല്ല ഭംഗിയുണ്ട്, തീരെ കനമില്ല. അവൾ അമ്പലത്തിലേക്ക് അമ്മയുടെ കൂടെ പോകുമ്പോഴേ അതെടുക്കൂ. കുപ്പായം പാകമാവാത്തത് കൊണ്ട് പെട്ടിയിൽ വച്ചിരിക്കുകയാണ്. വീട്ടിലുള്ള അവളുടെ അമ്മാമ്മൻ ഒന്നും അവൾക്ക് കൊടുത്തിട്ടില്ല. അവൾക്ക് കൂടുതൽ ഇഷ്ടം 7 കടൽ കടന്നു വന്ന അമ്മാവനെയാണ്. അയാളിനി അടുത്ത കൊല്ലവും വരുമത്രേ. അപ്പുവിൻ്റെ അമ്മാമൻ ഇങ്ങനെ കുഴപ്പക്കാരനായതിൽ അവന് സങ്കടമുണ്ട്. അയാൾ വരില്ലെന്നാണ് ഓപ്പോൾ പറഞ്ഞത്. അയാൾ പാർക്കുന്ന സ്ഥലത്ത് മൊട്ടുകൂട കിട്ടുമോ? കിട്ടിയാൽ തന്നെ അയാൾ കൊണ്ടുവരില്ല. കണ്ടില്ലേ നോട്ടം. വല്യമ്മയെ കൂടി കരയിപ്പിച്ച് കളഞ്ഞു. വീട്ടിനകത്ത് കയറാത്തത് പിണക്കമുള്ളത് കൊണ്ടാവും. ആരോടാണ് പിണക്കം? ഇനി വരുമ്പോൾ ചോദിക്കാൻ ഉറച്ചതായിരുന്നു. പക്ഷേ അമ്മാമ്മ വന്നില്ല. അമ്മാമ്മ എവിടെയാണ്? ഓപ്പോൾ പറയുന്നില്ല. ജാനുവിന് അങ്ങനെ ഒരാളെ അറിയില്ല. അവനൊരു അമ്മാമ്മയുണ്ടെന്ന് വിശ്വസിക്കാൻ കൂടി അവൾക്ക് പ്രയാസം. ചെക്കന് കുറച്ചൊക്കെ അറിയാം. ഓൾക്ക് പൊയ്ക്കര വീടും പറമ്പുണ്ട്. ചെക്കൻ കണ്ടിട്ടുണ്ടത്രേ. അവൻ ആ വഴി പോയ കാലത്താണ് പുതിയ പുരയ്ക്ക് ഓട് മേയുന്നത്. അമ്മാമ്മ ഇങ്ങോട്ടെന്താ വരാത്തത്? ഓല് തെറ്റിപ്പോയതല്ലേ? എന്തിനാണ് തെറ്റിയെന്ന് ചെക്കനും അറിഞ്ഞൂടാ. ആലോചിക്കുമ്പോൾ അവനൊന്നും മനസ്സിലാകുന്നില്ല. പല സംശയങ്ങളും അവന് തീർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആരോട് ചോദിക്കും? ഓപ്പോഴാണ് അവൻ്റെ സംശയങ്ങൾ സാധാരണ തീർക്കുക. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴാണത്. അവൻ ഊണ് കഴിക്കുമ്പോഴേക്കും വടക്കേ അറയിൽ കോസറി വിരിച്ചിട്ടുണ്ടാകും. ചുവപ്പിൽ വലിയ വെള്ളപ്പൂക്കളുള്ള ഒരു പഴയ സാരിയാണ് കോസറിയിൽ വിരിക്കുക. അതുകൊണ്ടാണ് അവന് ആ കോസറിയിൽ കിടക്കാൻ ഇഷ്ടം. അത് ഓപ്പോളുടെ സാരിയാണ്. ഓപ്പോക്ക് മറ്റൊരു സാരി കൂടിയുണ്ട്. അത് പെട്ടിയിൽ മടക്കി വച്ചിരിക്കുകയാണ്. ഓപ്പോൾ അത് ഉടുത്ത് കണ്ടിട്ടില്ല. ആ പെട്ടി തുറക്കുമ്പോൾ നല്ല മണമുണ്ട്. കൈതപ്പൂവിൻ്റെ വാസനയാണ്. കൈതപ്പൂവിൻ്റെ മണം പരത്തുന്ന സാരിയും ചുറ്റി ഓപ്പോൾ നടന്നാൽ നല്ല രസമുണ്ടാവും. ഊണ് കഴിഞ്ഞ് ഉടനെ കിടക്കുമെങ്കിലും ഓപ്പോൾ വരുന്നത് വരെ അപ്പു ഉറങ്ങില്ല. അടുക്കള അടിച്ചു വാരി പാത്രങ്ങൾ കഴുകി വെച്ച ശേഷമേ ഓപ്പോൾ വരൂ. ഓപ്പോളെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അവൻ സംശയങ്ങൾ ഓരോന്ന് ചോദിക്കും. ജാനു അന്ന് പറഞ്ഞതൊക്കെ നുണയാണോ എന്നാണ് മിക്കപ്പോഴും അവൻ അറിയേണ്ടത്. അവൾ എന്ത് നുണയാണെന്നോ ചിലപ്പോൾ പൊട്ടിക്കുക. 9 കുട്ടിയെ തിന്നൊരു പാമ്പുണ്ടത്രേ അവളുടെ വീട്ടിൻ്റെ തെക്കുള്ള പാമ്പിൻകാവിൽ. അത് കല്ല് വെച്ച നുണയല്ലേ? ഒരു പാമ്പിൻ്റെ വയറ്റിൽ 7 കുട്ടിയെ തന്നെ കൊള്ളില്ല. ഒരിക്കൽ ജാനു പറഞ്ഞു അവൾ ദൈവത്തെ കണ്ടുവെന്ന്. അപ്പുവിന് വിശ്വാസമായില്ല. അപ്പു കണ്ടിട്ടില്ല, ചെക്കൻ കണ്ടിട്ടില്ല, ഓപ്പോള് കൂടി കണ്ടിട്ടില്ല. ജാനു രാത്രിയിലാണത്രേ കണ്ടത്. ദൈവത്തിന് ആണ്ടിയൂട്ടിന് വന്ന പൂശാരിയേക്കാളും താടി മീശയുണ്ട്. അവൾ നുണയാണോ പറയുന്നെന്നറിയാൻ അപ്പു ചോദിച്ചു. തലയിലെന്താ? എന്ത് തലയിൽ? ദൈവത്തിൻ്റെ തലയിൽ. ജാനു കീഞ്ഞാലോചിച്ച ശേഷം പറഞ്ഞു, തലമുടി. പോയി. അപ്പു ആർത്ത് വിളിച്ചു. ദൈവത്തിൻ്റെ തലയിൽ കിരീടാണ്. അത് ജാനു കണ്ടിട്ടില്ല. അവൾ നാണിച്ചു പോയി. നുണ പറയുമെങ്കിലും അവളെ അവൻ ഇഷ്ടമായിരുന്നു. അവളുണ്ടായിരുന്നപ്പോൾ കളിക്കാൻ കൂട്ടുണ്ട്. ഇപ്പോൾ അവളും ഇല്ല. ജാനുവിനെ അവളുടെ അച്ഛൻ കൊണ്ടുപോയി. കാടും മലയുള്ള സ്ഥലത്തേക്കാണ് പോയത്. പക്ഷേ കടലുകൾ 7 കടന്നു ചെന്നെത്തുന്നത് അവളുടെ അമ്മാമ്മ താമസിക്കുന്ന സ്ഥലത്താണല്ലോ. അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ അവൾക്ക് തീവണ്ടിയിലിരിക്കാം. തീവണ്ടി വലിയ കുന്നിൻ്റെ വയറ് തുളച്ചാണത്രേ പായുക. പോകുന്നതിൻ്റെ തലേ ദിവസം ജാനു അപ്പുവിൻ്റെ വീട്ടിൽ വന്നു. കൂടെ അവളുടെ അമ്മയും ഉണ്ടായിരുന്നു.
ഞങ്ങൾ നാളെ തീവണ്ടിയിൽ കയറി പോവല്ലോ എന്നവ പറഞ്ഞപ്പോൾ അവൻ അല്പം അസൂയാണ് തോന്നിയത്. അവൾക്ക് എന്തെല്ലാം കാണാം. അവൾ പോകുന്ന സ്ഥലത്ത് നല്ല റബ്ബർ പന്തും സൈക്കിളും ഒക്കെ കാണുമായിരിക്കും. അപ്പൂന് എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ആരെങ്കിലും വന്ന് വിളിച്ചോട്ട് പോവാതെ അവൻ എന്തു ചെയ്യും? താലപ്പൊലി പാല നിൽക്കുന്ന കുന്നിൻപുറം അവൻ കണ്ടിട്ടില്ല. 7 കടലിനപ്പുറമുള്ള രാജ്യങ്ങൾ, കൂറ്റൻ കുന്നുകളുടെ വയറ് തുളച്ച് പായുന്ന തീവണ്ടി, മൊട്ടുകുടയും പട്ടുകുപ്പായങ്ങളും നിറഞ്ഞ ആ സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് എന്ത് രസമായിരിക്കും. ജാനുവിൻ്റെ അമ്മ ഓപ്പോളോട് യാത്ര പറഞ്ഞു. അവർ ഒരുമിച്ച് പഠിച്ചാണത്രേ. ജാനുവിൻ്റെ അച്ഛൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടത്രേ. പിന്നെ ഒരു തമാശ കേൾക്കണോ? ജാനുവിൻ്റെ അച്ഛനെ പറ്റി അവളുടെ അമ്മ പറയുക അമ്മുവിൻ്റെ അച്ഛൻ എന്നാണ്. ജാനുവിൻ്റെ അമ്മ പോയപ്പോൾ ഓപ്പോളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഒരു പക്ഷേ ഓപ്പോക്കും കുന്നിൻ്റെ വയറ് തുളച്ച് പായുന്ന തീവണ്ടിയിൽ പോകണമെന്നുണ്ടായിരിക്കും. ഓപ്പോൾ എവിടേക്കും പോവാറില്ല. അമ്പലക്കുളത്തിലേക്ക് കൂടി. കുളിക്കുന്നത് വീട്ടിൽ കിണറ്റിൻകരയിലാണ്. പടിക്കലെ ഭഗവതിക്കാവിൽ പാട്ടും താലവും ഉണ്ടായപ്പോൾ വല്യമ്മ പോയി, അപ്പവും പോയി. എന്നിട്ടും ഓപ്പോൾ വന്നില്ല. ഓപ്പോൾ വരില്ലേ വല്യമ്മേ? അപ്പോൾ വല്യമ്മ കുറച്ച് ചാടി. ചെക്കാ, മിണ്ടാണ്ട് അവിടെ നിന്നോ. കഴിഞ്ഞ ഇടവത്തിലാണ് അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. ഇനി 2 മാസം കൂടി കഴിഞ്ഞാൽ പരീക്ഷയായി. അതിൽ ജയിച്ചാൽ അവനിനി 2ാം ക്ലാസ്സിലാണ് ഇരിക്കുക. ജാനു അവളുടെ അച്ഛൻ്റെ സ്ഥലത്തെത്തിയാൽ സ്കൂളിൽ പോവാത്രേ. അവിടെയും സ്കൂളുണ്ടായിരിക്കും. കേളുമാശി ഉണ്ടാവുമോ ആവോ? ഉണ്ടാവാതിരിക്കട്ടെ, അടി വാങ്ങാതെ കഴിയാലോ. ക്ലാസ്സിൽ അവനൊരു കൂട്ടുകാരനുണ്ട്, കുട്ടിശങ്കരൻ. പാടത്തിൻ്റെ മറുകരയ്ക്കാണ് കുട്ടിശങ്കരൻ്റെ വീട്. അവരൊരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും വരുന്നതും. കേളുമാഷി ചിലപ്പോൾ കുട്ടിശങ്കരനെ കുട്ടിച്ചാത്തനെന്ന് വിളിക്കും. എല്ലാവരും ചിരിക്കും. അവനത് കേൾക്കണം. എന്നാലും കേളുമാഷി അടിക്കുന്ന അടി സഹിച്ചുകൂടാ. കുട്ടിശങ്കരൻ ഒരിക്കൽ അവനൊരു ചെറുനാരങ്ങ സമ്മാനിച്ചു. അതവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അവൻ്റെ വീട്ടിൽ തലേ ദിവസം കുറേ ചെറുനാരങ്ങ ഉണ്ടായിരുന്നു അത്രേ. അവൻ്റെ കുഞ്ഞാപ്പോളുടെ കല്യാണമായിരുന്നു. കല്യാണത്തിന് എന്തിനാ ചെറുനാരങ്ങ? പൊട്ടാ, അതറിയില്ലേ? അവൻ ചോദിക്കുകയാണ്. കുട്ടിശങ്കരൻ്റെ നാട്യം അവൻ ഒരുപാട് കല്യാണം കണ്ടിട്ടുള്ളത് പോലെയാണ്. കല്യാണത്തെപ്പറ്റി കുട്ടിശങ്കരൻ വിവരിച്ചു കൊടുത്തു. വളരെ ആളുകൾ വീട്ടിൽ വരും. പന്തലിൽ വന്നിരിക്കുന്നവരെയെല്ലാം കുപ്പിയിൽ പനിനീര് നിറച്ച് തളിക്കും. പനിനീരിന് നല്ല വാസനയുണ്ട്. പിന്നെ കളഭവും ചെറുനാരങ്ങയും എല്ലാവർക്കും കൊടുക്കുമത്രേ. ഇതൊന്നും അപ്പു വിശ്വസിച്ചില്ല. നുണയാണെന്ന് തുറന്നു പറഞ്ഞാൽ അവൻ ചോദിക്കും, നീ കല്യാണം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇല്ലെന്ന് സമ്മതിക്കേണ്ടി വരും. കുട്ടിശങ്കരനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അപ്പു പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ ഓപ്പോക്ക് കല്യാണം ഉണ്ടായാൽ അന്ന് നാരങ്ങ തരണ്ട്. പക്ഷേ കുട്ടിശങ്കരൻ പറയുകയാണ്, അതിന് അനക്കുണ്ടോ ഓപ്പോൾ? അത് കേട്ടപ്പോൾ അപ്പുവിന് കലശലായി ദേഷ്യം വന്നു. കുട്ടിച്ചാത്ത എന്ന് 4 വട്ടം വിളിച്ച് ചെകിട്ടത്ത് അടിക്കാനാണ് തോന്നിയത്. കുട്ടിശങ്കരൻ അവനേക്കാളും വലിപ്പമുണ്ട്, അതുകൊണ്ട് ചെയ്തില്ല. എൻ്റെ ഓപ്പോൾ പിന്നെ ആരടാ? പൊട്ടാ, എൻ്റെ ഓപ്പോൾ എൻ്റെ അമ്മയല്ലേ. അപ്പോൾ കുട്ടിശങ്കരൻ്റെ വെട്ടിത്തം ഓർത്ത് ചിരിയാണ് വന്നത്. വെറുതെ അല്ല കേളുമാഷി കുട്ടിച്ചാത്തന് ബുദ്ധിയില്ലെന്ന് പറയുന്നത്. പോടാ, അനക്കൊന്നും അറിയില്ല. പിന്നെ അനക്കാ നിശം? എൻ്റെ അമ്മ പറഞ്ഞുവല്ലോ. എൻ്റെ അമ്മയ്ക്കാ നിശം? പിന്നെ പിണക്കമായി. കുട്ടിശങ്കരൻ ചെറുനാരങ്ങ തിരിച്ചു ചോദിച്ചു. ചെറുനാരങ്ങ എടുത്ത് മുമ്പിലെറിഞ്ഞ് അവനൊന്ന് കൊഞ്ഞനം കാട്ടി. സ്കൂള് വിട്ട് പോരുമ്പോൾ അവൻ ആലോചിച്ചു, ഓപ്പോൾ എങ്ങനെയാണ് അമ്മയാവുക? അവൻ അമ്മയും അച്ഛനും ഒന്നുമില്ല. ഓപ്പോളും വല്യമ്മയും മാത്രമേ ഉള്ളൂ. അതിൽ വല്യമ്മയെ കണക്കി കൂട്ടണ്ട. ചെക്ക അത് ചെയ്യണ്ട, ചെക്ക ഇത് ചെയ്യണ്ട, ചെക്ക നിന്റെ തല കണ്ടപ്പോൾ ചെക്ക. അവന് ഓപ്പോള് മതി. എന്നിട്ട് ആ നല്ല ഓപ്പോൾ അമ്മയാണെന്ന് പറയുന്ന കുട്ടിച്ചാത്തനെ എന്താണ് ചെയ്യേണ്ടത്? അവൻ അമ്മ വേണ്ട. അമ്മ ഉണ്ടാവുമ്പോഴുള്ള കുഴപ്പം അവൻ കാണുന്നുണ്ട്. ഓപ്പോളുടെ അമ്മയല്ലേ വല്യമ്മ? എന്നിട്ട് ഓപ്പോക്ക് എപ്പോഴെങ്കിലും സൗകര്യമുണ്ടോ? കഴിഞ്ഞ 4-5 ദിവസങ്ങളായി ഓപ്പോൾ രാവും പകലും കരച്ചിൽ തന്നെയാണ്. വല്യമ്മ ചീത്ത പറയുന്നില്ല, എന്നിട്ടും കരച്ചിൽ തന്നെ കരച്ചിൽ. ഈ ഓപ്പോക്ക് പ്രാന്ത. ഓപ്പോക്ക് അപ്പുവിനോട് പിണക്കമില്ല. രാത്രിയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ഓപ്പോൾ പലതും പറഞ്ഞു. കഥയല്ല, കഥ കേൾക്കാനാണ് അപ്പുവിന് ഇഷ്ടം. ഓപ്പോക്ക് കുറേ കഥകൾ അറിയാം. മാണിക്യക്കല്ല് കണ്ട രാജകുമാരൻ്റെ കഥ. അത് കേട്ട ശേഷമാണ് മാണിക്യക്കല്ല് കണ്ടാൽ ഒളിച്ചു വയ്ക്കാനുള്ള സൂത്രം അപ്പുവിന് മനസ്സിലായത്. ചാണകത്തിലാണ് പൊതിയേണ്ടത്, എന്നാൽ ശോഭ കാണില്ല. പിന്നെ കല്ലായിപ്പോയ രാജകുമാരിയുടെ കഥ.
ജീവിപ്പിക്കാൻ കുട്ടിയെ അറുത്ത് കല്ലിൽ ചോര ഒഴിച്ചത് കേട്ടപ്പോൾ അവന് കരച്ചിൽ വന്നു. ഇപ്പോൾ ഓപ്പോൾ കഥയൊന്നും പറയാറില്ല, മിണ്ടാതെ കിടക്കും. കുറേ കഴിഞ്ഞാൽ ചോദിക്കും, മോൻ ഉറങ്ങിയോ? ഇല്ല. മോൻ നല്ലോണം പഠിക്കണം. മോനെ നല്ല കുട്ടിയാവണം. വലുതായ ഓപ്പോളെ നല്ലോണം നോക്കില്ലേ? ഇതെന്താ അർത്ഥമില്ലാത്ത ചോദ്യമാണ്. എന്നാലും മോളും. ഓപ്പോക്ക് മോനേ ഉള്ളൂ. 2-3 ദിവസമായി ഓപ്പോക്ക് സുഖമില്ല. കുളിപ്പിക്കുമ്പോഴും ചോറ് കൊഴിക്കുമ്പോഴും തല ചീകുമ്പോഴും ഒന്നും പറയില്ല. വെറുതെ അവൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കും. എന്നിട്ട് അന്തം വിട്ടുകൊണ്ട് ഒരു ഇരുത്തമുണ്ട്. ഈ ഓപ്പോക്ക് ഭ്രാന്ത. ഉച്ചയ്ക്ക് ഓപ്പോളും വല്യമ്മയും നടുവിലെ മുറിയിൽ നിലത്ത് കിടക്കുമ്പോൾ വല്യമ്മ പറയുന്ന കേട്ടു, ഓനെ വിചാരിച്ച് നീ മനസ്സ് പുണ്ണാക്കണ്ട. ഓപ്പോള് ഒന്നും പറഞ്ഞില്ല.